സെക്കൻഡ് ഡേ ഓഫ് മൈ ഹൈഡ്രേറ്റഡ് ചാലഞ്ച്. രാവിലെ എണീറ്റ പാടെ തന്നെ ഒരു അര ബോട്ടിൽ വെള്ളം ഞാൻ കുടിച്ചു. അതിനുശേഷം കുറച്ച് ബേസിക് സ്ട്രെച്ച് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു വലിയ മിററുണ്ട്, അവിടെ വന്ന് ഇങ്ങനെ നോക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കണം, നല്ല കേട്ടോ. നമുക്ക് ഫിസിക്കലി വന്നിട്ടുള്ള ചേഞ്ചസ് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് ഈ മിററിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ. നമുക്ക് ഈവൻ ഉള്ളിലും മൈൻഡ് വൈസ് ആണെങ്കിലും ഫിസിക്കലി നമുക്കൊരു വാല്യുവേഷൻ നടക്കാൻ പറ്റുന്നത് നല്ലതാണ്. അപ്പം ഞാൻ എന്നെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു അവിടെ നിന്ന്. എന്നിട്ട് നേരെ ആ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും ഒരു റോബസ്റ്റോ പഴവും അതിൻ്റെ കൂടെ ചായയാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ പോയിട്ട് വേണം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൽ ഡെയിലി പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ അനുവദിച്ചാൽ പോകണം എന്നുള്ളതൊക്കെയാണ്. ഓക്കെ ഗായ്സ്, കുളി കഴിഞ്ഞിട്ട് വന്നു. ഇത് ആക്ച്വലി ഇത് അമ്പലത്തിൽ പോകേണ്ട ദിവസമാണ്. ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയപ്പോൾ ഡെയിലി അമ്പലത്തിൽ പോകണം എന്നോട് വിചാരിച്ചത്. പക്ഷേ എനിക്ക് രാവിലെ ഷിഫ്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് ടയേർഡാവും പോകാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നും ഷിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു അത് അമ്പലത്തിൽ പോയത് സമാധാനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അടുത്ത് മുരുകൻ്റെ അമ്പലമുണ്ട്. ഞാനിത് മുമ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. ഭയങ്കര സമാധാനമാണ് പോകുമ്പോൾ. അപ്പം ഇന്ന് അവിടെ പോകണം. എന്നിട്ട് പോയിട്ട് വേണം ആ വഴി തന്നെ എനിക്ക് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചിട്ടാണോ അമ്പലത്തിൽ പോകണമെന്ന് ചോദിക്കരുത് കേട്ടോ. ബിക്കോസ് നാട്ടിലാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പം ഭക്ഷണം കഴിക്കാതെ പോകണമെന്നൊക്കെ എൻ്റെ അമ്മയും പറയാറുണ്ട്. പക്ഷെ ഇവിടെ ദൈവം അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരന് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് പവറാണ്. നമ്മുടെ സാഹചര്യങ്ങൾ പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. ഇവിടുത്തെ മുരുകസ്വാമി ചില്ലാണ്, വൈബാണ്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകണം. നമ്മൾ ഭക്ഷണം കഴിക്കണം, നമ്മുടെ മനസ്സ് ശരീരം ശുദ്ധമായിരിക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ. അങ്ങനെ റെഡിയൊക്കെ ആയി. അതിൻ്റെ കൂടെ ജോലിക്കും പോകുന്നതുകൊണ്ട് ഞാൻ ആ ഒരു വേ ഓഫ് ഡ്രസ്സിങ്ങിലൊക്കെയാണ് പോയത്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിരുന്ന് ഒരു ഓറഞ്ച് കഴിച്ചു. ഫ്രഷ് ഓറഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് കഴിഞ്ഞ് 2 ഇലയുള്ള ഓറഞ്ച് അതിൻ്റെ കാണിക്കണം. ഒരു ഓറഞ്ച് കഴിച്ചു കേട്ടോ, നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു, കുറേ വെള്ളം കുടിച്ചു. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ലഞ്ച് ടൈം ആയപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത് ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ് ആൻഡ് സാലഡാണ്. ഇത് ആക്ച്വലി ഹെൽത്തിയാണ്. അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഇവർ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ചിക്കനാണല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും കുറേ വെള്ളം കുടിച്ചു. അങ്ങനെ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ഞാനിതൊരു പുതിയ സാഹസത്തിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തിയതാണ്. മിക്സഡ് ബെറി ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സത്യം പറയാമല്ലോ, ഇത് 8 ഇല പൊട്ടി ചീറ്റിപ്പോയെന്നുള്ളതാണ്. ബിക്കോസ് ഈ ബെറി ഭയങ്കര പുളിയായിരുന്നു. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ ബെറീസിന് ഭയങ്കര മധുരമായിരിക്കുന്നതാണ്. പക്ഷെ പുളി കാരണം വായി വെക്കാനേ കഴിയുന്നില്ലായിരുന്നു. സംഭവം ചീറ്റിപ്പോയെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിയത് കൊണ്ടും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ടും ഞാനത് മൊത്തം കുടിച്ചു തീർത്തു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഈ സംഭവം ഇത് ട്രൈ ചെയ്യണം. ഇനി ഇത് ഹെൽത്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ട്രൈ ചെയ്യുമ്പോൾ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡേ ഓഫ് ചാലഞ്ചും വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ പോയിട്ടോ. നന്നായിട്ട് വെള്ളം കുടിച്ചു. ഞാനൊരു ഷുഗർ ലവറൊന്നും അല്ലാത്തതുകൊണ്ട് ഈ ചായയിലും കാപ്പിലും ഒരു അല്പം മധുരം ഇടുമെന്നല്ലാണ്ട് അല്ലാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള മധുരം അടങ്ങിയിട്ടുള്ള ഫുഡ് ഞാൻ കഴിക്കലില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സും നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ഒരു 4-5 ബോട്ടിൽ വെള്ളവും ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതിന് എനിക്ക് അറിയാനുണ്ട്, ഒരു ഫ്രഷ്നെസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ എന്നെ പോട്ടെ, ആ ഒരു മോട്ടിവേഷൻ ഞാൻ വിടാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയായിരുന്നു എൻ്റെ സെക്കൻഡ് ഡേ ചലഞ്ച്. കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് നമ്മുടെ ഇങ്ങനെ ഡേയ്സ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയുള്ളത്. ടാറ്റാ ബൈ, ടേക്ക് കെയർ.